നെഞ്ചിടിപ്പോടെയാണ് നിലമ്പൂർ നിവാസികൾ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ദുരന്തം നടന്നത് വയനാട്ടിലാണെങ്കിലും വേദനിക്കുന്നത് നിലമ്പൂർ ചാലിയം സ്വദേശികളും ആ പ്രദേശത്തുള്ള ജനങ്ങളുമാണ്. അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒലിച്ചിറങ്ങിയ പരമാവധി മൃതദേഹങ്ങളെല്ലാം ചാലിയാറിന്റെ തീരത്തും നിലമ്പൂരിന്റെ ഭാഗത്തുമാണ് വന്നിരിക്കുന്നത്, അല്ലെ അടിഞ്ഞിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുവരെയായി 59ഓളം മൃതദേഹങ്ങളാണ് ചാലിയാറിന്റെ പുഴയുടെ തീരത്തായിട്ട് കിട്ടിയത്. അതോടൊപ്പം തന്നെ 150 വ്യക്തികളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും കിട്ടിയതായിരിക്കുന്ന വിവരം എന്ന് പറയുമ്പോൾ എത്രത്തോളം ദാരുണമാണ്, ഭയാനകരമാണ് വയനാട് ഭാഗത്ത് നടന്ന ദുരന്തം എന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഭൂമികുലുക്കം ഉണ്ടാവുകയാണെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ആ പ്രദേശത്തിന്റെ പരിസരത്ത് തന്നെയാണ് തകർച്ചയും അതിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവരുടെ മൃതദേഹവും ഉണ്ടാവാറുള്ളത്. കിലോമീറ്ററുകളോളം ഒലിച്ചുപോയി വേറെ ഏതെങ്കിലും പുഴകളൊക്കെ കടന്ന് മറ്റൊരു ദേശത്തെത്തി അവിടെ നിന്ന് മൃതദേഹം കിട്ടുന്നത് വളരെ അപൂർവമായാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ്. നിലമ്പൂരിന്റെ പുഴയുടെ ഭാഗങ്ങളിൽ, ചാലിയാറിന്റെ പുഴയുടെ ഭാഗങ്ങളിലൊക്കെ ഈ മൃതദേഹം അടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് കാണുന്നു. കിട്ടുന്ന മൃതദേഹവും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരുപാട് വിഷയത്തിനിടയിൽ തന്നെ ഒരുപാട് ആൾക്കാരെ വീണ്ടും വീണ്ടും കാണുന്നില്ല എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്യുന്നു. 200-ലധികം ആളുകളെ കാണുന്നില്ല എന്നുള്ളതാണ് ഈ അടുത്ത ദിവസം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പുള്ള പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നത്. 300ഓളം ആളുകളുടെ മൃതദേഹം ഏകദേശം കിട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതിൽ 150-200 താഴെയാണ് തിരിച്ചറിഞ്ഞത്, ബാക്കിയുള്ള തിരിച്ചറിയാത്തതാണ് എന്ന് പറയുന്ന സമയത്തൊക്കെ ഇതിന്റെ വ്യാപ്തിയും ഇതിന്റെ മുറിപ്പാടും ഭയങ്കരമാണ്. മരണഭൂമിയായി യഥാർത്ഥത്തിൽ വയനാട് മാറി, മരണത്തിന്റെ തായ്വരയായിട്ട് യഥാർത്ഥത്തിൽ മാറി. ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ശ്മശാന ഭൂമിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഉറ്റവരും ഉടയവരും ചേർന്ന് നിന്നവരും മുഴുവനും മരിച്ച് മണ്ണോട് ചേർക്കപ്പെട്ട പ്രദേശമായിട്ട് വയനാടിന്റെ ഈ ഭാഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ്. അവിടെ ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതകളും പരാമർശിക്കുന്നു. അപ്പോൾ അവരുടെ ബന്ധുക്കളുടെ മൃതദേഹം ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ ഉള്ള സ്ഥലത്ത് വീണ്ടും ഒരു വീടുണ്ടാക്കി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമാവാത്തതാണ്. അവിടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിതങ്ങളും കംപ്ലീറ്റ് അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ആ മയോടൊപ്പം ഒലിച്ചുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മാത്രം അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ നിലമ്പൂരിലെ സാമൂഹ്യ പ്രവർത്തകന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും മുഴുവനും പുഴയോട് ചേർന്നുള്ള ഭാഗത്തിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നു. ചാലിയാറിന്റെ ഭാഗങ്ങളിലൊക്കെ വലിയ തെരച്ചിൽ നടക്കുന്നു. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടവര്, സൈനികരുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ യഥാർത്ഥത്തിൽ ഈ ഭാഗത്തിലൂടെയൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല ഘട്ടത്തിൽ ഇന്നിപ്പോൾ 2 മൃതദേഹം കിട്ടിയതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദേശം അങ്ങനെ തന്നെ ഒലിച്ചുപോയി എന്നുള്ളത് മാത്രമല്ല, ഒരു വീടിന്റെ അകത്ത് താമസിച്ചിരുന്ന കിടന്നിരുന്ന ആളുകൾ 2 ഭാഗങ്ങളായി ചെതറി ഏതൊക്കെയോ പുഴയിലോ ഏതൊക്കെയോ ഭാഗങ്ങളിലോ ശരീരഭാഗം ചെതറിക്കൊണ്ട് മരിക്കേണ്ട ഒരു ഹതഭാഗ്യരായിട്ട് ആണ് യഥാർത്ഥത്തിൽ വയനാടിലെ ദുരന്തം അവസാനിച്ചത്. അതിന്റെ വ്യാപ്തികൾ എന്ന് പറയുന്ന സമയത്ത് അതിന്റെ മുറിപ്പാട് ഉണങ്ങുക എന്നുള്ളത് അടുത്ത കാലത്തൊന്നും ഉണ്ടാവാത്ത വിധം മാനസികമായി തന്നെ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നു. കുട്ടികളുടെ മൃതദേഹം കണ്ടെത്താത്തതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ തന്നെ പറഞ്ഞ കാര്യം 20ഓളം കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങളില്ല എന്നുള്ളതാണ്. കിട്ടിയിരിക്കുന്ന പല മൃതദേഹങ്ങളിലും പ്രായമുള്ളവരാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ട് വളരെ കുറവായിട്ടാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വേറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ 6 മാസം 9 മാസമുള്ള കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. ഗർഭിണിയായ സ്ത്രീകൾ പോയ വിവരങ്ങൾ പുറത്തു വന്നു. അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും വിവരമില്ലാത്ത ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ഒരു യുദ്ധഭൂമികയായി കൃത്യമായ രീതിയിൽ ശത്രുക്കളും തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധത്തിൽ എങ്ങനെയൊക്കെയാണോ മരിക്കുന്നത് അല്ലെങ്കിൽ മരണം വരിക്കുന്നത് അതിനേക്കാൾ ഭീകരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വയനാട്ടിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ
വിവരങ്ങൾ അറിയുന്നതോടനുബന്ധിച്ച് ഇത്രയൊന്നും ഗൗരവമുണ്ട് എന്ന് ആരും വിചാരിച്ചിട്ടില്ല. മീഡിയക്കാരോ പത്രക്കാരോ ജനങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല. അവിടെ സാധാരണഗതിയിൽ അങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരു 6 പേര് 7 പേരുടെയൊക്കെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് സാധാരണഗതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാറുള്ളത്. അതൊക്കെ വ്യത്യസ്തമാണ്. ഇതുവരെ കേൾക്കാത്ത, അറിയാത്ത, മനസ്സിലാവാത്ത രീതിയിലുള്ള അതിശക്തമായിരിക്കുന്ന ഉരുൾപൊട്ടലാണ് ആ ഭാഗത്തുണ്ടായത്. അവിടെ ഒരു വീട് ഒലിച്ചുപോയി എന്നല്ല, ഒരു ദേശം അങ്ങനെ തന്നെ ഒലിച്ചുപോയി. അതോടൊപ്പം വീടുകളുണ്ട്, അതോടൊപ്പം ഈ മതമേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, കടകളുണ്ട്, മരങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം ചളിക്കൂനയായിട്ട് ഉഴുത് മറിഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിഭാഗം ആളുകൾ, നല്ലൊരു വിഭാഗം മനുഷ്യരും അവിടെ മരിച്ചത് ഉറക്കത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഓടാൻ പോലും സാധിക്കാത്ത വിധം വീട് അങ്ങനെ തന്നെ പുഴ കൊണ്ടുപോവുകയായിരുന്നു, അല്ലെങ്കിൽ മല കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഇടിഞ്ഞ് തകർന്ന് അതിൻ്റെ ഉള്ളിൽ വികൃതമായ രീതിയിൽ മരിക്കേണ്ട ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ദുരന്തം കേരളത്തിന് സമ്മാനിച്ചത് എന്നുള്ളതാണ് നമുക്ക് വേദനയോടുകൂടി കഴിഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള നമ്മൾ പറഞ്ഞ പ്രദേശങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ദിവസം നിലമ്പൂരിലുള്ള ആളുകളാണെങ്കിലും ചാലിയാറിൻ്റെ ഭാഗത്തുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഏതെങ്കിലും മൃതങ്ങൾ എത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളുണ്ടോ, എവിടെയെങ്കിലും ആണ്ട് കിടക്കുന്നവരുണ്ടോ. അങ്ങനെ രീതിയിൽ ചളിക്കുണ്ടിൽ ആണ്ട് കിടക്കുന്നവർ ഒരുപാടെണ്ണം മാന്തി പുറത്തെടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ചില ആളുകളുടെ തലയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിരിക്കുന്ന കാര്യം. കൈകാലുകൾ വേർപെട്ടത്, ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വേർപെട്ടത്, തലയില്ലാത്ത മൃതദേഹങ്ങൾ, ഈ തല മാത്രമുണ്ട്, ഉടലില്ലാത്ത മൃതദേഹങ്ങൾ. അങ്ങനത്തെ അതിദാരുണവും അതിഭയാനകരവും അതിസങ്കടകരവുമായിരിക്കുന്ന ദുരന്തത്തിന്റെ നേർചിത്രമാണ് വയനാട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ജീവിക്കാൻ തന്നെ മാനസികമായ രീതിയിൽ തയ്യാറാവാൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുന്നവരാണ് കൂടുതൽ കുടുംബങ്ങൾ എന്നുള്ളതാണ്. പിതാവും മാതാവും നഷ്ടപ്പെട്ടവർ, കുട്ടികൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യയില്ലാത്ത ഭർത്താവ്, ഭർത്താവില്ലാത്ത ഭാര്യകൾ, സഹോദരന്മാരില്ലാത്തത്, ഒരു കുടുംബത്തിലെ 38ഉം 40ഉം പേരും കൂട്ടത്തോടു കൂടി ഒലിച്ചു പോയി എന്നുള്ളതല്ല വിഷയം. അവര് എവിടെ ഉണ്ടെന്നോ അവര് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹം ഏതെന്നോ കണ്ടെത്താൻ സാധിക്കാത്ത പ്രയാസം. അങ്ങനത്തെ വലിയൊരു ദുരന്തം ഒരു പക്ഷേ കേരളം ഇതിന്റെ അടുത്തൊന്നും അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏത് കാലത്താണ് അവർ തിരിച്ചു വരിക? മൃതദേഹം കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ബന്ധുക്കൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇനി ഏത് കാലത്താണ് ഇവർ മടങ്ങി വരിക, അല്ലെങ്കിൽ ഇവർ എവിടെയാണ് ഉള്ളത്, നമ്മൾ ചവിട്ട് നടക്കുന്ന ഭൂമിന്റെ അടിയിൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയാണ് ഇത്തരം കേസുകളിലൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിവരിക്കാൻ പറ്റാത്ത, നമ്മുടെ നിലവിലുള്ള മലയാള ഭാഷക്കൊന്നും യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ചേർത്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ വയനാട് ദുരന്തം നമ്മൾക്ക് സമ്മാനിച്ചത്. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള, മരണപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും മൃതദേഹം എത്രയും കണ്ടെത്താൻ വേണ്ടി സാധിക്കട്ടെ എന്നും, അതോടൊപ്പം തന്നെ ജീവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ജീവനുള്ളവരിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നും നമ്മൾ മാനസികപരമായ രീതിയിൽ തന്നെ വളരെ വികാരപരമായി അല്ലെ വേദനാപൂർവം നമുക്ക് പ്രാർത്ഥിക്കാനേ ഈ വിഷയത്തിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം.